എന്നാലും ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയ ഗീതേ? ഇത്തിരിയില്ലാത്തൊരു പെൺകുട്ടിയെ പിടിച്ച് കെട്ടിക്കാൻ പോവുക. അതിന് ഇവിടെ ഉള്ളവരുടെ സപ്പോർട്ടും. എനിക്കിതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. എന്നാലും തന്റെ VPക്ക് ഇതെന്തു പറ്റിയടോ? വന്ന് അയാളുടെ തലയ്ക്ക് ഇപ്പോൾ വെട്ടവും വെളിച്ചവും ഇല്ലാതായോ? അതാ എനിക്കും അത്ഭുതം. തുടക്കത്തിലൊന്ന് എതിർത്ത് നിന്നെങ്കിലും പയ്യനെ കണ്ടു കഴിഞ്ഞപ്പോ VP മലക്കം മറിഞ്ഞു. അത് മറ്റൊന്നും ഉദ്ദേശിച്ചാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാവും VP അതിനെ പിന്തുണച്ചത്. കുട്ടികൾ കാരണം നമ്മൾ മുതിർന്നവർ തമ്മിൽ പിണങ്ങി പിരിയുന്നത് ശരിയല്ലല്ലോ. അതൊരിക്കലും VPയെ പോലുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് അയാൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തതാവും. എനിക്കിപ്പോ അപ്പുവിന്റെ കാര്യം ആലോചിച്ചിട്ടാ ടെൻഷൻ മുഴുവനും. അതെന്തിനാ? മാളൂര് വന്ന ഈ പ്രപ്പോസല് അവൾക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടില്ല. അത് മുടക്കാൻ ചില ശ്രമങ്ങൾ പോലും. VP അതേപ്പറ്റി എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഗീത, ഞാൻ അതിൽ അവളെ ഒരിക്കലും കുറ്റം പറയില്ല. എന്നുവച്ച് അവൾ ചെയ്തത് ശരിയാണെന്ന അഭിപ്രായവും എനിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് അങ്ങനാടോ. പുറമേ കാണുന്ന ഈ വേഷം കെട്ടും ശൂരത്വവും ഒക്കെ ഉള്ളൂ വെറും ലോലവാ. പേടിയാ നിങ്ങൾക്ക്. അപ്പോ ആ കല്യാണാലോചന മുടക്കാൻ കള്ളം പറഞ്ഞത് അപ്പുറത്തെ ഇന്ദിരാമ പറഞ്ഞതുപോലെ അസൂയയോ കൊതിക്കെറുവോ കൊണ്ടാണെന്നാണോ നിന്റെ വിചാരം? ഒരിക്കലുമല്ല. പേടിച്ചിട്ടാ പാവം. മാളു കല്യാണം കഴിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ പയ്യനുമായി കൂടുതൽ അടുത്തു പോയാൽ തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി. ഇപ്പോഴത്തെ ഈ ന്യൂക്ലിയർ ഫാമിലി കുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണത്. അപ്പുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ VPയോട് തന്നെ ചോദിച്ചു നോക്ക്. അവളിപ്പോ എല്ലാരോടും പിണങ്ങിയും ദേഷ്യപ്പെട്ടും ഒക്കെ നടക്കുക. മാളുവിന്റെ എൻഗേജ്മെന്റിന് അവൾ ഇവിടുന്ന് മനഃപൂർവ്വം മാറി നിൽക്കാൻ ശ്രമിക്കുക. എല്ലാം ആലോചിക്കുമ്പോ ഭ്രാന്ത് പിടിക്കുന്നു. പിടിക്കണമല്ലോ. ചുമ്മാതിരുന്ന് ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നവർക്ക് പിടിക്കാനുള്ള അസുഖമാ ഈ ഭ്രാന്തേ. എന്റെ ഗീതേ, ഇങ്ങനെയുള്ള പിണക്കങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ എല്ലാ കുട്ടികളുടെയും ജീവിതത്തിലും ഉണ്ടാവും. അതിനുള്ള അവസരം നമ്മൾ ബോധപൂർവം മുടക്കുമ്പോഴാ സ്വന്തം ജീവനും ജീവിതവും ഒക്കെ വെച്ച് കളിക്കാനുള്ള ഒരവസരം ഉണ്ടാവുന്നത്. അതിനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക. വന്നല്ലോ അമ്പിമാമന്റെ അപ്പുകുട്ടി. കുറച്ചായി. ഇതെന്താ മോളുടെ കയ്യില്? അങ്കിളെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഉവ്വ്, അതൊക്കെ എപ്പോഴേ അറിഞ്ഞു. കൂട്ടുകാരി പണി പറ്റിച്ചു അല്ലേ? ഇത് അവളുടെ വകയുള്ള ഗിഫ്റ്റാ, എൻഗേജ്മെന്റിനുള്ള ഡ്രസ്. പക്ഷേ നിശ്ചയത്തിന് ഈ കൂട്ടുകാരി എവിടെയോ ദേശാടനത്തിന് പോവുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നേരാണോ? എനിക്കൊരു കോച്ചിങ് ഉണ്ട്, അതിന് പങ്കെടുത്തേ പറ്റൂ. അത് വേണം. എൻഗേജ്മെന്റ് ഒക്കെ അവിടെ നടന്നോട്ടെ എന്ന് വെച്ച് നമുക്ക് നമ്മുടെ കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റുമോ? അല്ലേ മോളെ? അതെ. അപ്പൊ കുട്ടി, ഈ ചെന്നൈ യാത്ര അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുന്നേ. 2 ദിവസം കഴിയുമ്പോ ഞാൻ പോകുന്നുണ്ട് പൂയംകുട്ടിക്ക്. യാത്രയെന്ന് പറഞ്ഞാല് നല്ല അസല് യാത്രയാവും. കൂടുന്നോ? സോറി, എന്റെ യാത്ര നേരത്തെ ഫിക്സ് ചെയ്ത് പോയതാ. അത് മാറ്റിവെക്കാൻ പറ്റില്ല. ശരി. അപ്പോ ഹാപ്പി ജേണി അപ്പുകുട്ടി. താങ്ക്സ്.